ആണുങ്ങളെ സ്ത്രീ വിരുദ്ധം പറഞ്ഞാൽ അത് കേസാവും. പക്ഷെ സ്ത്രീകളെ ആണുങ്ങളെ പറ്റി പറഞ്ഞാലോ എന്തോ വലിയ ഫെമിനിസ്റ്റ് ആണോ, ഞാൻ എന്തോ വലിയ ഫെമിനിസ്റ്റ് ആണ് എന്നൊക്കെയാണ് അവരവരുടെ വിചാരം. ഞാൻ പറഞ്ഞു വരുന്ന മറ്റേ സാക്ഷി ജാനെ പറ്റിയിട്ടാണ്, ബീഹാറി സ്വദേശി. അവളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾക്ക് അവളുടെ അച്ഛനെ ഇഷ്ടമല്ല, മുത്തച്ഛന് ഇഷ്ടമല്ല, ആണുങ്ങൾ എന്ന വർഗത്തെ ഇഷ്ടമല്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് അവരുടെ പേഴ്സണൽ കാര്യം. അവള് കള്ളു കുടിച്ചിട്ട് അവളുടെ ഭർത്താവിനെ തല്ലുത്ര, അതത്ര അവളുടെ ഹോബി തന്നെ. ഈ കാര്യം അവള് പറഞ്ഞത് ഒരു ഷോയിലൂടെയാണ് ട്ടാ. അപ്പൊ ഈ ഷോയില് അവിടെ റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്ക് അവൾക്ക് 0 മാർക്കാണ് കൊടുത്തത്. അത് പെർഫോമൻസ് കാരണമല്ല, ഈ ഒരു പറച്ചില് കാരണമാണെന്നാണ് പറയുന്നത്. പക്ഷെ പെർഫോമൻസ് നന്നായിട്ട് ചെയ്തു നോക്കി പറഞ്ഞ അതെന്തെങ്കിലും ആവട്ടെ. എന്തായാലും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇതൊക്കെ കേട്ടുകൊണ്ട് ബീഹാർ സർക്കാർ അവരുടെ ജോലി അങ്ങോട്ട് തെറിപ്പിച്ചു. അവളൊരു സർക്കാർ അധ്യാപികയായിരുന്നു, അവളുടെ എന്തായാലും ജോലി പോയി. പേഴ്സണലി ജോലി കളയേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അതിനോട് കുറച്ച് എതിർപ്പുണ്ട്. പക്ഷെ അവള് മാപ്പ് പറയണമായിരുന്നു. ആണുങ്ങളോട് ഉണ്ണാക്കന്മാരല്ല എന്നുള്ള ഒരു വിചാരം ഇവർക്കുണ്ട്, അതെന്തായാലും ഇല്ലാണ്ടാക്കണം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ ആണുങ്ങളെ എതിർക്കലോ ആണുങ്ങളെ കുറ്റം പറയലോ ആണുങ്ങൾ പെണ്ണുങ്ങളെക്കാട്ടിലും തലപ്പത്തി ഇരിക്കണമെന്ന് ഒരു വിചാരത്തിൽ സംസാരിക്കലോ ഒന്നുമല്ല. ഫെമിനിസം എന്ന് പറയുന്നത് ഒരു ലിംഗസമത്വം ഇല്ലാതെ പുരുഷന്മാർക്ക് എന്ത് കിട്ടുന്നോ അതന്നെ സ്ത്രീകൾക്ക് വേണം. അത് സാമ്പത്തികത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും. അതിനു വേണ്ടിയിട്ട് പുരുഷന്മാര് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം, പുരുഷന്മാര് സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യണം. ഇതാണ് ശരിക്കും ഫെമിനിസം. നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പുരുഷന്മാർക്ക് തന്നെ സ്ത്രീകളോട് വെറുപ്പാ തോന്നുക. ഇതാണ് ഫെമിനിസം. ഫെമിനിസ്റ്റുകളൊക്കെ ഇങ്ങനെയാണ് എന്നൊരു വിചാരം എല്ലാവർക്കും ഉണ്ടാവും. ഒരു പെണ്ണ് കാരണം എല്ലാ സ്ത്രീകളും വെറുക്കപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ പ്രധാന വാർത്തകളിലേക്ക് സ്വാഗതം. എന്റെ കൂടെയുള്ള ശ്രീഷ. അപ്പൊ ഇന്നത്തെ എല്ലാ പത്രങ്ങളിലും പ്രധാനമായിട്ടുള്ളത് CJPയുടെ, അതായത് ജന്തർ മന്ദറിൽ ഇന്നലെ നടത്തിയിട്ടുള്ള അവരുടെ പ്രക്ഷോഭത്തിനെ കുറിച്ചിട്ടുള്ള വാർത്തയാണ് എല്ലാ പത്രങ്ങളിലും മുൻ പേജിൽ തന്നെ നൽകിയിട്ടുള്ളത്. അവിടെ നടന്നിട്ടുള്ള ഓരോ പ്രക്ഷോഭങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഓരോരുത്തർക്ക് പറ്റിയ പരിക്കുകളും അതുപോലെ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നങ്ങളും ഒക്കെയാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. അതിൽ മലയാള മനോരമയിൽ നൽകിയിരിക്കുന്ന വാർത്തയൊന്ന് വായിക്കാം. കേന്ദ്ര സർക്കാരിനെയും രാജ്യ തലസ്ഥാനത്തെയും വിറപ്പിച്ച് പാറ്റകൾ പാർലമെന്റ് ഗേറ്റിലേക്ക് ഇരച്ചെത്തി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് 30 ദിവസം ജന്തർ മന്ദറിൽ നടന്ന സമരത്തെ പാടെ അവഗണിച്ച കേന്ദ്രത്തിന് ഒടുവിൽ കോക്രോച്ച് ജനതാ പാർട്ടിയെ ചർച്ചയ്ക്ക് വിളിക്കേണ്ടി വന്നു. എന്നാൽ CJPയുടെ ഒരു ആവശ്യത്തിലും അനുകൂല നിലപാട് അറിയിച്ചില്ല. ഇപ്പോ സോനം വാങ്ചുങ് അടക്കം ഒരുപാട് പേരാണ് അവിടെ ഉള്ളത്. അത് മാത്രമല്ല, ഇന്നലെ ആയിട്ട് പ്രകാശ് രാജ്, അതേപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് മന്ത്രിമാര്, വിജയ്, അങ്ങനെ ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അനുകൂലമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും ഇതുവരെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഇന്നലെ പ്രക്ഷോഭം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് പോലീസ് ഒരുപാട് നിയമങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് സൈന്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ജലപീരങ്കി, അതുപോലെ തന്നെ ഫോൺ ജാമേഴ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവര് പാർലമെന്റിന്റെ അടുത്ത് വരെ എത്തി. ഇതുവരെ അങ്ങനെ ഒരു പ്രക്ഷോഭത്തിന് അടുത്ത് വരെ എത്താനായിട്ടില്ല. അപ്പൊ ആദ്യ ദിവസം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായിട്ട് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അവരുടെ ഓരോ ആവശ്യങ്ങളും ന്യായമുള്ളതാണ്. കാരണം നീറ്റ് പരീക്ഷയിലടക്കം ഒരുപാട് ക്രമക്കേടുകൾ നടക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് ഇങ്ങനൊരു മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് അവരവിടെ എത്തിയത്. അത് മാത്രമല്ല, പോലീസ് അവരെ പ്രകോപിപ്പിച്ചതായിട്ടാണ് CJP നേതാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന്റെ കാര്യത്തിൽ ഇന്നും വീണ്ടും അവിടെ പ്രക്ഷോഭങ്ങൾ നടക്കുന്നു. അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരിപ്പോൾ ആ സമരവുമായി മുന്നോട്ട് പോവുകയാണ് എന്നാണ് CJP നേതാവ് അറിയിച്ചിട്ടുള്ളത്. ഈ CJP നേതാവിനെ ഹോസ്പിറ്റലിലേക്ക് ആരും കേട്ടില്ല, മന്ത്രിമാരെ അടക്കം കേട്ടില്ല. അപ്പൊ ഇന്നലെ ജോൺ ബ്രിട്ടാസ് ശരിക്കും പറഞ്ഞാൽ കാണാൻ പോയി. അപ്പൊ പോലീസുകാര് കേറ്റിയില്ല. അപ്പൊ ജോൺ ബ്രിട്ടാസ് എന്താ ചെയ്തതെന്ന് അറിയോ? തന്റെ ID കാർഡ് എടുത്തിട്ട് ഞാനൊരു MP ആണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കാണിച്ചു. അപ്പൊ ഒരു MP-യുടെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. കേരളത്തിലുള്ള പോലെ അവിടെ നടക്കില്ല, അത് ഡൽഹിയാണ്. ഇവിടെ എന്ത് കാണിച്ചാലും കാണിക്കുക, അതുപോലെ അവിടെ കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. എന്നാലും ഒരു MP-ക്ക് ഞാനൊരു MP ആണെന്ന് ID കാർഡ് എടുത്ത് കാണിക്കേണ്ട ഒരു അവസ്ഥ. അയ്യോ. അടുത്തത് ചെന്താമര വധശിക്ഷയെ കുറിച്ചിട്ടുള്ളതാണ്. ചെന്താമരയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ 3 പേരെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കൊലക്കേസിലെ പ്രതിയാണ് ചെന്താമര. കുറച്ച് ദിവസങ്ങളായി ചെന്താമരയുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ആദ്യൊരു ദിവസം ചെന്താമരയ്ക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ വിധി നീട്ടി വെച്ചിരുന്നു. പക്ഷെ ഇന്നലെ ആ വിധിയിൽ തീരുമാനമായിരിക്കുകയാണ്. അതായത് യാതൊരു തരത്തിലുള്ള മാനസാന്തരവും ഇല്ലാത്ത ഒരാൾക്ക് വീണ്ടും അതിൽ പശ്ചാത്താപം ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതകളും ഇല്ലെന്നും വധശിക്ഷ തന്നെ വേണമെന്നും ആണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ കൊല്ലപ്പെട്ടവരുടെ
മക്കൾ, 2 പെൺകുട്ടികൾ അവര് പുറത്തു വന്നാൽ ഞങ്ങൾക്ക് വധഭീഷണി ഉണ്ടെന്നും അങ്ങനെ ഒരു സാഹചര്യത്തിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അവര് മാധ്യമങ്ങളോട് തുറന്നു പറയുന്നുണ്ട്. അത് മാത്രമല്ല, വധശിക്ഷയും 20 ലക്ഷം രൂപ പിഴയും ജില്ലാ സെഷൻ കോടതി വിധിച്ചു. ആദ്യം ഭാര്യയെ കൊന്നു, അതിനുശേഷം ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷമാണ് ഇദ്ദേഹം ആളുകളെ കൊലപ്പെടുത്തിയത്. സോ അങ്ങനെ ഒരാളെ ഇനിയും വീണ്ടും പുറത്തു വിട്ടാൽ അത് സമൂഹത്തിന് തന്നെ അപകടമാകുമെന്ന് കോടതി തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, കോടതി പറയുന്ന മറ്റൊരു കാര്യം, ജാമ്യത്തിലിരിക്കെ കൊല്ലപ്പെട്ടവരുടെ ഫാമിലിക്ക് സുരക്ഷ നൽകാത്തത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയാണെന്നും അതുമായി ബന്ധപ്പെട്ട് ഇനി ഒരുപാട് സുരക്ഷകൾ നടത്തണമെന്നും ഉള്ള ഒരു ഉത്തരവ് കൂടി കോടതി പറയുന്നുണ്ട് ഇന്നലെ. പിന്നെ കേരള കൗമുദിയിൽ ഫസ്റ്റ് പേജിലുള്ളത് സ്പാനിഷ് ഡിലൈറ്റ് എന്നൊരു വലിയ അക്ഷരത്തിലാണ് എഴുതിയിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം ഇന്നലെ സ്പെയിൻ കപ്പെടുത്തത്. നല്ല ഓർമ്മയുണ്ട്, 2010 സ്പെയിൻ ഇങ്ങനെ ഫൈനലിൽ വന്നപ്പോൾ എൻ്റെ നാട്ടില് ബ്രസീൽ, അർജന്റീന ഫാൻസും ഒക്കെ അന്ന് പ്രീ ക്വാർട്ടറിൽ തന്നെ ഔട്ടായി മെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ സ്പെയിനും പോർച്ചുഗലുമാണ് ഫൈനലിൽ വന്നതെന്നാണ് എനിക്ക് ഓർമ്മ. എനിക്ക് അത്ര ഓർമ്മയില്ല കളി. ഈ ഫൈനലിൽ വന്ന ടീമിന്റെ അർജന്റീന ഫാൻസും ബ്രസീൽ ഫാൻസും ആ ഫ്ലക്സ് എല്ലാം അന്ന് കീറിയിട്ട് പോർച്ചുഗലിന്റെയും സ്പെയിനിന്റെയും ഒക്കെ ഫ്ലക്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ തലക്കെട്ട് മനോരമയിൽ അന്നുണ്ടായിരുന്ന കാലം മാറിയപ്പോ കോലം മാറി എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് സ്പെയിന് ജയിച്ച അർഹിച്ച വിജയം തന്നെയായിരുന്നു. അർജന്റീന പോലെ നല്ല ബ്രാൻഡ് വാല്യൂ ഉള്ള ഒരു ടീമിന് ശരിക്കും പറഞ്ഞാൽ അർജന്റീന ഇന്നലെ ഒരു 7-8 ഗോള് വാങ്ങേണ്ടതാണ്. ഗോൾ കീപ്പറായ മാർട്ടിനസ് ഉള്ളതും കൊണ്ട് മാത്രമാണ് ഒരു ഗോളിൽ നിന്നത്. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ ഏറ്റവും വലിയ നാണം കെട്ട തോൽവി തോറ്റിട്ടുണ്ടാവും. അത് ഉറപ്പുള്ള ഒരു കാര്യമാണ്. പിന്നെ അർജന്റീനയ്ക്ക് പോരാത്തതിന് വംശീയത നല്ല കൂടുതലാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കലും നല്ല കൂടുതലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, അർജന്റീനയിൽ ഒരിക്കലും കറുത്ത വർഗ്ഗക്കാര് കളിക്കില്ല, അവർ കറുത്ത വർഗ്ഗക്കാരെ കയറ്റി വിടില്ല. അങ്ങനെ ഒരു വർഗീയതയില്ല, വംശീയത അർജന്റീനയ്ക്ക് വളരെ കൂടുതലാണ്. അതുപോലെ ആരെയും ബഹുമാനിക്കില്ല. അവര് എതിർ ടീമിനെ ഭയങ്കരമായിട്ട് മോശം പ്രകടനം എല്ലായ്പ്പോഴും ഇതിനു മുമ്പും കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്നലത്തെ സംഭവം മാത്രമല്ല, ഇതിനു മുമ്പും അവര് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇടയിൽ കുറച്ച് കമ്മിയായിരുന്നു, പക്ഷെ പണ്ട് പോലെ തന്നെ അർജന്റീന ഫാൻസ് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മറഡോണയൊക്കെ പണ്ട് തന്നെ ഇതുപോലെ അടിച്ചിട്ടൊക്കെ വന്നിട്ട് നല്ല സീനാക്കിയ ചരിത്രമൊക്കെ ഉണ്ട് അർജന്റീനയ്ക്ക്. നേരത്തെ കോക്രോച്ചിന്റെ CJP പാർട്ടിയുടെ ന്യൂസില്ലേ, അതിൽ ജന്മഭൂമിയിൽ ശരിക്കും പറഞ്ഞാൽ കുറച്ച് BJPക്ക് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവര് സംസാരിച്ചിരിക്കുന്നത്. കോക്രോച്ച് കലാപ നീക്കം പൊളിഞ്ഞു, കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായിട്ടും വ്യാപക അക്രമം. കേന്ദ്ര സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ട് നേപ്പാൾ മോഡൽ കലാപ നീക്കവുമായി കോക്രോച്ച് ജനതാ പാർട്ടി. പാർലമെന്റ് മാർച്ചിന്റെ മറവിൽ അഴിച്ചുവിട്ടത് വ്യാപക ആക്രമണം. ദുരൂഹത ഉയർത്തിയ ഖാലിസ്ഥാൻ വിഘടനവാദികളുടെയും തീവ്രവാദ സ്വഭാവ സംഘടനകളുടെയും തീവ്ര ഇടത് സംഘടനകളുടെ സാന്നിധ്യം. യുവാക്കളെ സമരത്തിനെത്തിക്കാൻ പ്രത്യേക ഫണ്ടിങ്. ഡൽഹിയിലെ യുദ്ധക്കളമാക്കാൻ ലക്ഷ്യമിട്ടുള്ള കലാപ നീക്കം പൊളിഞ്ഞതോടെ പോലീസിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. പോലീസ് വാഹനങ്ങൾ തകർത്തു. കുരുമുളക് സ്പ്രേ പ്രയോഗം, കല്ലേറും ആക്രമണം അതിരുവിട്ടപ്പോൾ സമരപന്തലടക്കം പൊളിച്ചു മാറ്റി പോലീസ്. സംഭവം ഇതിൽ പറഞ്ഞ കാര്യം സത്യമാണ്, പക്ഷെ ഇതിൽ BJP പക്ഷത്ത് നിന്നിട്ട് കേന്ദ്രത്തിന്റെ പക്ഷത്ത് നിന്നിട്ടാണ് എഴുതിയിരിക്കുന്നത് എന്ന് മാത്രം. ഇത് വായിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കോക്രോച്ച് പാർട്ടിക്കാർ ചെയ്തത് ശരിയല്ല എന്നുള്ള വിചാരം ഉണ്ടാവും. പിന്നെ കോക്രോച്ച് പാർട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് കേന്ദ്രത്തില്. അവരും ഇതിലൊരു ഇതുണ്ടാവും. എന്തായാലും പൊളിറ്റിക്സ് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുമല്ലോ, ആ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട്. മറ്റൊരു വാർത്ത, ഡോക്ടർ റാമിനെ പിടിച്ചു വിട്ടയച്ചു. അതായത് നിതിൻ രാജ് എന്നുള്ള മെഡിക്കൽ വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട അറസ്റ്റായിരുന്നു ഡോക്ടർ റാമിനെതിരെയുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വാർത്ത ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. അഞ്ചരക്കണ്ടി സ്വദേശിയായ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി RL നിതിൻ രാജിന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട 1-ാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാം അറസ്റ്റിലായതിന് പിന്നാലെ നാടകീയ രംഗങ്ങൾ. അറസ്റ്റിൽ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി റാമിനെ കോടതി വിട്ടയച്ചു. തൊട്ടു പിന്നാലെ കോടതി വളപ്പിൽ നിന്ന് തന്നെ പോലീസ് ബലമായി പിടികൂടിയെങ്കിലും പിന്നീട് വഴിയിൽ ഇറക്കി വിട്ടു. കസ്റ്റഡിയിൽ എടുത്തിട്ടില്ലെന്നും 2 ദിവസം കഴിഞ്ഞ് ഹാജരാകുമോ എന്ന് ചോദിക്കാൻ കൂട്ടിക്കൊണ്ടു വന്നതാണെന്നും പോലീസ് വിശദീകരണം നൽകി. പക്ഷേ ഇതിലുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറ്റം ചുമത്തപ്പെട്ട് കഴിഞ്ഞ് ഏകദേശം 101 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇയാൾ അറസ്റ്റിലാകപ്പെടുന്നത്. അത് മാത്രമല്ല, ഇദ്ദേഹം ഇത്രയും ദിവസം എവിടെ ആയിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പോലീസിന് യാതൊരു വിധത്തിലുള്ള തെളിവുകളും ഇല്ല. ഒരു പക്ഷെ അങ്ങനെ വിട്ടയക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത്രയും നാടകീയമായിട്ടുള്ള ഒരു അറസ്റ്റ് എന്തിനു വേണ്ടിയിട്ട് അവിടെ നടന്നു എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. ഇത്രയും ആളുകളൊക്കെ മുന്നിൽ വെച്ച് അദ്ദേഹം തിരിച്ച് കോടതിയിലേക്ക് വരുന്ന വഴിയാണ് അദ്ദേഹത്തിന് കൊടുകിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് എന്നാണ് ഇതിൽ തന്നെ നൽകിയിരിക്കുന്ന മറ്റൊരു വാർത്ത. പക്ഷെ അത്രയ്ക്കും പരാക്രമരൂപമായിട്ട് ഒരാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു നടപടി എടുക്കേണ്ടതായിരുന്നു. പക്ഷെ വിട്ടയക്കേണ്ട ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അടുത്ത സിനിമ ന്യൂസ് ആണ്. അനിരുദ്ധ് കാവ്യമാരെ മംഗല്യം
നവംബറിൽ നിറയെ ഗോസിപ്പ് ഉണ്ടായിരുന്നു. അനിരുദ്ധും കാവ്യമാരനുമായിട്ട് ഇഷ്ടത്തിലല്ല, വെറും ഗോസിപ്പാണ് എന്നുള്ളത്. പക്ഷെ എന്തായാലും ഇനിയിപ്പോൾ നവംബറിൽ അവരുടെ കല്യാണമാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പ്രശസ്തനായ സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിചന്ദ്രനും സൺ ഡയറക്ടേഴ്സ് ഹൈദരാബാദ് സഹ ഉടമ കാവ്യമാരനും നവംബറിൽ വിവാഹിതരാകും. താൻ സംഗീതം നൽകി രജനീകാന്ത് നായകനായ ജയിലർ 2 റിലീസിന് ശേഷം വിവാഹം എന്ന തീരുമാനത്തിലാണ് അനിരുദ്ധ്. ഒക്ടോബർ 15 ജയിലർ 2 റിലീസാവും. വിവാഹ തീയതി ഉടൻ തീരുമാനിക്കും എന്നാണ് റിപ്പോർട്ട്. സ്പെയിനിൽ വെച്ചായിരിക്കും വിവാഹം. ചെന്നൈയിൽ വിവാഹ സൽക്കാരമുണ്ട്. ഏറെ നാളായി ഇരുവരും പ്രണയത്തിലായിരുന്നു. നടൻ രവി രാഘവേന്ദ്രയുടെയും നർത്തകി ലക്ഷ്മിയുടെയും മകനാണ് അനിരുദ്ധ്. അപ്പൊ എന്തായാലും വിവാഹാശംസകൾ. മറ്റൊരു വാർത്ത, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നമ്മളെല്ലാവരും ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമായിരുന്നു സവാരി എന്നൊരു പെൺകുട്ടിയുടെ മരണം. ഉസ്ബാക്കിസ്ഥാനിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഹോസ്റ്റൽ മുറിയിൽ ദാരുണമായിട്ട് മരണപ്പെട്ട ഒരു സംഭവമായിരുന്നു അത്. അപ്പോൾ അതിന് ചുറ്റിപ്പറ്റിയ ഒരുപാട് കാര്യങ്ങൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളാണ് ഇപ്പൊ വരുന്നത്. ഉസ്ബാക്കിസ്ഥാനിൽ നിന്ന് കൊല്ലപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥി സവാരിയ ബസന്ത് 24 മണിക്കൂർ നീണ്ട ക്രൂരമായ ആക്രമണങ്ങൾ നേരിട്ടതായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നിഗമനം. മൂർച്ചയില്ലാത്ത ഉപകരണം കൊണ്ട് തലയ്ക്കടിയേറ്റ മാരകമായ ക്ഷതമാണ് മരണത്തിനിടയാക്കിയതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചു. മർദ്ദനവും ചവിട്ടുമേറ്റതിനെ തുടർന്നുള്ള ചതവുകളും പാടുകളും സവാരിയുടെ ദേഹമാസകലും ഉണ്ടായിരുന്നു. മാരകമായി ഉപദ്രവിച്ചത് മൂലമുള്ള പരിക്കുകളാണ് ഇവയെല്ലാം കൊല്ലപ്പെടുന്നതിന് മുൻപ് ഒരു ദിവസത്തിനിടെ ഉണ്ടായതാണ്. അതായത് കൊല്ലപ്പെടുന്നതിന് ഒരു ദിവസം മുന്നേ ക്രൂരമായിട്ടുള്ള പീഡനത്തിന് സവാരി ഇരയായിട്ടുണ്ടാകാം. അത് മാത്രമല്ല ആ റൂം അടയ്ക്കപ്പെട്ടിട്ടുള്ള നിലയിലായിരുന്നു. അതുകൊണ്ടായിരിക്കാം അവിടുന്ന് ചിലപ്പോൾ ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുക. അടുത്ത ബിസിനസ് ന്യൂസ് ആണ്. തിരുവോണം ബമ്പർ ആദ്യ ദിനം 8,72,540 ടിക്കറ്റ് വിൽപ്പന. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണ ബമ്പർ ലോട്ടറി വിൽപ്പനയ്ക്ക് ആവേശകരമായ തുടക്കം. വിൽപ്പനയുടെ ആദ്യ ദിനത്തിൽ ഇന്നലെ 8,72,540 ടിക്കറ്റുകളാണ് വിറ്റഴിഞ്ഞത്. കഴിഞ്ഞ വർഷം ആദ്യ ദിനത്തിൽ 3,17,850 ടിക്കറ്റുകളുടെ വിൽപ്പന നടത്തിയിരുന്നു. ആദ്യ ദിനം വിൽപ്പനയിൽ 5,54,690 ടിക്കറ്റുകളുടെ വർധനയുണ്ട്. ആദ്യഘട്ടമായി 20 ലക്ഷം ടിക്കറ്റുകളാണ് അച്ചടിച്ചത്. ഓണം ബമ്പറിന് 90 ലക്ഷം ടിക്കറ്റുകളാണ് വിൽപ്പന ലക്ഷ്യം. ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മികച്ച സ്വീകരണവും വിശ്വാസവുമാണ് നേട്ടമായതെന്ന് ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ KS അഞ്ജു അറിയിച്ചു. വരും ദിവസങ്ങളിൽ തിരുവോണം ബമ്പർ ടിക്കറ്റുകൾക്കുള്ള വിൽപ്പന കൂടുമെന്നാണ് പ്രതീക്ഷ. പൊതുജനങ്ങൾ, അംഗീകൃത ഭാഗ്യക്കുറി ഏജന്റുമാർ, വിൽപ്പനക്കാർ എന്നിവരിൽ നിന്ന് മാത്രം ടിക്കറ്റുകൾ വാങ്ങണമെന്നും ടിക്കറ്റിന്റെ സുരക്ഷാ സവിശേഷതകളും QR കോഡും പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും ഡയറക്ടർ അറിയിച്ചു. എന്തായാലും ജനങ്ങൾക്ക് ഗാംബ്ലിംഗ് കൂടി വരുന്നു തോന്നുന്നത്. ഭാഗ്യപരീക്ഷണം കൂടി ആൾക്കാർക്ക് വരികയാണ്. ജെന്യൂൻ ആയിട്ടുള്ള ഒരു വഴി ആരും അങ്ങനെ കാണുന്നില്ല എന്ന് എനിക്ക് പേഴ്സണലി തോന്നി തുടങ്ങുന്നുണ്ട് ഇപ്പൊ. പക്ഷെ അത് മാത്രമല്ല, ഇന്നലെ ലോട്ടറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യം കൂടിയാണ്. അതായത് ഇപ്പോൾ സാധാരണക്കാരായിട്ടുള്ള, അതായത് ഈ റോട്ടിലും അതുപോലെ തന്നെ ട്രെയിനിലൊക്കെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും ലോട്ടറി വിൽപ്പനയിൽ വലിയ വിൽപ്പന കുറവുണ്ട് എന്ന് പറഞ്ഞിട്ട് അവരുടെ ജീവിത മാർഗങ്ങളൊക്കെ തടഞ്ഞതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് വാർത്തകളൊക്കെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അവർക്ക് ദൈനംദിന ജീവിതത്തിന് പോലും ഇത് വലിയ പ്രശ്നങ്ങളാകുന്നു എന്ന് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഇതുണ്ടായത്. അപ്പൊ അങ്ങനെയുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് എന്തുകൊണ്ട് നല്ലൊരു കാര്യം തന്നെയാണ്. കള്ളു കുടിക്കണവർക്ക് 300 രൂപയുടെ ക്വാർട്ടർ, അല്ലാത്തവർക്ക് 300 രൂപയുടെ ലോട്ടറി. ഇതാണ് ഒരു ദിവസത്തെ മിക്കവരുടെയും ഒരു സാധാരണക്കാരന്റെ ഒരു ദൈനംദിന ജീവിതമായിട്ട് ഇപ്പൊ പോകുന്നത്. മറ്റൊരു വാർത്ത, VS ജോലിക്കുന്ന ഓർമ്മയായിട്ട് ഒരാണ്ട്. CPM സ്ഥാപക നേതാക്കളിൽ ഒരാളും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ ഓർമ്മയായിട്ട് ഇന്ന് 1 വർഷം. ജനകീയ സമരങ്ങളുടെ മുന്നണി പോരാളിയായിരുന്ന VSന്റെ അസാധ്യവും അടയാളപ്പെടുത്തിയതുമായ 1 വർഷമാണ് കഴിഞ്ഞുപോയത്. അടുത്ത സ്പോർട്സ് ന്യൂസ് ആണ്. വീണ്ടും സ്പാനിഷ് വസന്തം. അത് സ്പെയിനിൽ നിന്ന് സ്പെയിനിലേക്ക്. സ്പെയിൻ ആദ്യം തോറ്റാണെന്ന് എല്ലാവർക്കും അറിയാം, ഈ വേൾഡ് കപ്പ് കണ്ടുകൊണ്ട്. അപ്പൊ ഈ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ കേപ്പ വെർദെ എന്ന അരങ്ങേറ്റക്കാരോട് ഗോൾ അടിക്കാൻ കഴിയാതെ സമനില വഴങ്ങിയ സ്പെയിൻ തങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചു വന്ന ആരാധകരെ ഞെട്ടിച്ചിരിക്കുന്നു. 8 കിടിലൻ സേവുകളും നടത്തിയ വെസിയാനെ ഗോളിയാണ് അന്ന് സ്പെയിനെ പെയിൻ സമ്മാനിച്ചത്. ആ പെയിനിൽ നിന്ന് അർജന്റീനയെ അടിച്ചിട്ട് സ്പെയിനിലേക്കുള്ള യാത്രയാണ് ഈ ലോകകപ്പിലെ ആകെ തുക.
2010 സ്പെയിൻ ലോകകപ്പ് നേടിയപ്പോഴും ആദ്യ മത്സരത്തിൽ ജയിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നോർക്കുക. അന്ന് ആദ്യ മത്സരത്തിൽ സ്വിറ്റ്സർലാൻഡിനോട് ഏകപക്ഷീയമായ 1 ഗോളിനാണ് തോറ്റ്. പിന്നീടാണ് അവർ തുടർച്ചയായ 6 വിജയങ്ങളുമായി കിരീടത്തിലേക്ക് എത്തിയത്. 2008-ലും 2012-ലും യൂറോ കപ്പും 2010 ലോകകപ്പും സ്പെയിന് സമ്മാനിച്ച ടിക്കി ടാക്ക എന്ന കേളി ശൈലിയുടെ മോഡിഫൈഡ് വെർഷനാണ് ഇക്കുറി ലൂയിസ് ഡി ലാ യൂവർ എന്ന പരിശീലകൻ സ്പെയിനായി കരുതി വെച്ചത്. അപ്പൊ ടിക്കി ടാക്കയാണ് അവർ 2015-ലും കളിച്ചതെന്നാണ് ഓർമ്മ. അവരുടെ ടിക്കി ടാക്ക ശരിക്കും പറഞ്ഞാൽ 15-ലും വലിയ ഇതായില്ല, പഴയ തന്നെ വീണ്ടും റിപ്പീറ്റ് അടിച്ചു എന്നൊക്കെ അന്ന് പറയണ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു മോഡിഫൈഡ് വേർഷൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെന്തായാലും അവർക്ക് വിജയം കാണുകയും ചെയ്തു. ഇതാണ് സ്പോർട്സ് ന്യൂസിൽ മെയിൻ ആയിട്ടുള്ളൂ. പിന്നെ അർജന്റീന അടി ഉണ്ടാക്കിയതൊക്കെയാണ് മെയിൻ ആയിട്ട്, കളിക്ക് ശേഷം അടി എന്ന് പറയുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും പ്രധാന വാർത്തകളുമായി കാണാം. നന്ദി, നമസ്കാരം.